ഹലോ മക്കളെ, അപ്പം നമ്മൾ ഇന്ന് തെർമോഡൈനാമിക്സിന്റെ സെക്കൻഡ് പാർട്ട് അതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് കുറച്ച് പോർഷൻസ് ഡിസ്കസ് ചെയ്യുക. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഓൾറെഡി എന്താണ് അവോധയുടെ ഫ്രീ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഓൾറെഡി അപ്ലോഡഡ് ആയിരിക്കും വീഡിയോസ്. നമ്മൾ ബേസിക് ആയിട്ടുള്ള തെർമോഡൈനാമിക് സിസ്റ്റത്തെ കുറിച്ചും സറൗണ്ടിങ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് സ്റ്റേറ്റ് വേരിയബിൾസിന് ഇന്റൻസീവ് എക്സ്റ്റൻസീവ് ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്, ഇന്റൻസീവ് വേരിയബിൾസ് ഏതൊക്കെയാണ്, എക്സ്റ്റൻസീവ് വേരിയബിൾസ് ഏതൊക്കെയാണ്, എന്ത് ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ടാണ് അവയെ ക്ലാസിഫൈ ചെയ്യുന്നതെന്നൊക്കെ അല്ലേ. അതുപോലെ തന്നെ എന്താണ് നമ്മൾ തെർമോഡൈനാമിക് പ്രോസസ്സിലെ കുറച്ച് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഒക്കെയാണ് മെയിൻ വേരിയബിൾസ്. പിന്നെ എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അതുവരെയായിരുന്നു നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്തായിരുന്നു? നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എന്താണ്, ഒരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് എന്തിനാണ്? മെയിൻലി രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, ഇന്റേണൽ എനർജി, സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാനും, പിന്നെ ബാക്കി പകുതി എന്തിനായിരുന്നു, അല്ലെ ബാക്കിയുള്ള ഒരു എമൗണ്ട് എന്തിനായിരുന്നു ഉപയോഗിക്കുന്ന ഹീറ്റിന്റെ വർക്ക് ചെയ്യാനും, അല്ലെ സിസ്റ്റത്തിന് വർക്ക് ചെയ്യാനും. വർക്ക് ഇസ് ഡൺ ബൈ ദ സിസ്റ്റം. സോ അതായിരുന്നു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പൊ പിന്നെ നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിനെ കുറിച്ചൊക്കെ നമ്മളൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്തായിരുന്നു? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ് ബൈ യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ്. എന്തിന്? ടെമ്പറേച്ചർ 1 കെൽവിൻ അല്ലെ 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ ഒരു മെറ്റീരിയലിന്റെ അല്ലെ. അപ്പൊ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്തായിരുന്നു? സി അല്ലെ. സി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് ആവുന്ന എന്തിന്റെ കാര്യത്തിലാണ്? യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസിന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു അല്ലെ. സോ 1 മോൾ ഓഫ് സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 കെൽവിൻ അല്ലെങ്കിൽ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താനായിട്ട് നമ്മൾ എത്രമാത്രം ഹീറ്റ് ആണ് കൊടുക്കേണ്ടത്. അതിനെയാണ് നമ്മൾ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ നമ്മൾ അത് ഡിനോട്ട് ചെയ്യുന്നത് സി വെച്ചിട്ടായിരുന്നു അല്ലെ. സി എന്ന് പറഞ്ഞാൽ എന്താണ്? 1/n del Q by del T. സോ നമ്മൾ ഈ സീനെ, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിനെ കോൺസ്റ്റന്റ് പ്രഷറിലും കോൺസ്റ്റന്റ് വോളിയത്തിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം അല്ലെ. CV, CP എന്ന രണ്ട് പേരിൽ. അപ്പൊ അത് വെച്ച് നമുക്ക് റിലേഷൻ കിട്ടുമെന്ന് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അതാണ് മേയേഴ്സ് റിലേഷൻ. സോ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2-3 നമുക്ക് ഡെറിവേഷൻസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇതാണ് എന്ത്? മേയേഴ്സ് റിലേഷൻ ഡിറൈവ് ചെയ്യാന്നുള്ള. സോ നമുക്ക് ഫസ്റ്റ് തന്നെ എന്താണ് ഈ ഒരു വീഡിയോയിൽ മേയേഴ്സ് റിലേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് നോക്കാം. സോ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. സോ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ് കേട്ടോ. ഉപയോഗിച്ച് എന്താണ്? മേയേഴ്സ് റിലേഷൻ. അപ്പൊ മേയേഴ്സ് റിലേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പൊ എന്താണ് അതിലേക്ക് നമുക്ക് ഫൈനലി എത്തിച്ചേരണം. അപ്പൊ മക്കളെ, എന്തായിരുന്നു മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത്? C is equal to 1/n del Q by del T. ഇതാണ് ബേസിക് ഇക്വേഷൻ അല്ലെ. ഇനി നമ്മൾ എന്താണ് ഈ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ കോൺസ്റ്റന്റ് പ്രഷറിലും കോൺസ്റ്റന്റ് വോളിയത്തിലും നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്തായിരുന്നു? ഫസ്റ്റ് നമുക്ക് ഏതിലാണ്? കോൺസ്റ്റന്റ് വോളിയത്തിൽ എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ കോൺസ്റ്റന്റ് വോളിയം ആകുമ്പോൾ നിങ്ങളൊക്കെ ഇതെങ്ങനെ മാറും? CV is equal to 1/n del Q by del T എന്ന് വരും അല്ലെ. അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആകുമ്പോൾ 1/n del Q by del T. നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നാണ് നമുക്ക് മേയേഴ്സ് റിലേഷനിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്നത്. സോ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരമുള്ള ഇക്വേഷൻ എന്തായിരുന്നു? del Q is equal to del U plus del W അല്ലെ. ബൈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, the heat supplied to the system is used to increase the internal energy as well as for the work done by the system. അങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചത് അല്ലെ. അപ്പം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്തായിരുന്നു? അതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു? എങ്ങനെയാണ് ഹീറ്റ് രണ്ട് രീതിയിലും കൺവേർട്ടഡ് ആവുന്നുള്ളതായിരുന്നു നമ്മുടെ ഇത് അല്ലെ. സോ ഇവിടെ ശ്രദ്ധിക്കുക, 1/n del Q by del T. ഇനി എന്ത് ചെയ്യാം? ഈ del Qന്റെ ടേംസിൽ ഇതിനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? del Q is equal to CVN del T. സോ ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. del Q is equal to CVN del T. ഇനി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് മേയേഴ്സ് റിലേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ് എടുത്തത് അല്ലെ.
അപ്പോൾ എന്താണ് ബൈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ് del Q is equal to del U plus del W അല്ലേ? അപ്പൊ del W നെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? del W എന്ന് പറഞ്ഞാൽ P ഇൻറ്റു വി ആണ് അല്ലെ? W എന്ന് പറഞ്ഞാൽ P ഇൻറ്റു വി ആണ്. ഓക്കെ, പ്രഷർ ഇൻറ്റു വോളിയം. അപ്പൊ എന്താണ് del W എന്ന് പറഞ്ഞാൽ P ഇൻറ്റു ഡെൽറ്റ വി അല്ലേ? അപ്പം del W നെ നിങ്ങൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? P ഡെൽറ്റ വി. ഓക്കെ, P ഡെൽറ്റ വി. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ്? കോൺസ്റ്റന്റ് വോളിയം ആണ് അല്ലെ? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ്. വോളിയം കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? P ഡെൽറ്റ വി എന്നുള്ളത് 0 ആവില്ലേ? കാരണം ഡെൽറ്റ വി 0 എന്ന് പറഞ്ഞാൽ P ഡെൽറ്റ വി 0 ആയിപ്പോ. ഓക്കെ, സോ ഇതെന്താ? ഈ ഒരു ടേം 0 ആകും. അപ്പൊ ബാക്കി എന്താ നമുക്ക് കിട്ടുക? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു എന്ന് നമുക്ക് കിട്ടും. ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു എന്ന് നമുക്ക് കിട്ടി. അപ്പൊ എന്ത് ചെയ്യാ? നമ്മള് സെക്കൻഡിനെ ഫസ്റ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു സി വി എൻ ഡെൽറ്റ ടി എന്ന് കിട്ടി. പിന്നീട് നമ്മൾ പ്രൂവ് ചെയ്തു ഏത്? നമ്മളെടുത്ത സ്പെഷ്യൽ കേസ് അല്ലേ? അതായത് ഇവിടെ നമ്മൾ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ് എടുത്തത്. അതുകൊണ്ട് തന്നെ വോളിയം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു എന്ന് കിട്ടും. അപ്പം ഇത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സബ്സ്റ്റിറ്റ്യൂട്ട് 2 in 1 യു വിൽ ഗെറ്റ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു സി വി എൻ ഡെൽറ്റ ടി. ഓക്കെ, നമുക്ക് ഇത്രയും കിട്ടിയല്ലോ. ഓക്കെ അല്ലേ? സോ നമ്മൾ സി വിയുടെ ടേംസിൽ നമ്മൾ എന്താണ് ഫസ്റ്റ് നമ്മളൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തു അല്ലേ? ഇതെന്തായിരുന്നു? അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഓക്കെ, കോൺസ്റ്റന്റ് വോളിയത്തിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്തത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാലോ. അത് നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? ഓക്കെ, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഓക്കെ, സോ നമുക്ക് അടുത്ത പേജിൽ എഴുതാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ ബാക്കി പാർട്ടിൽ എഴുതിയാലും മതിയല്ലോ. ഓക്കെ, നെക്സ്റ്റ് പേജിൽ തന്നെ എഴുതാം, കുറച്ചുകൂടെ നിങ്ങൾക്ക്. ഓക്കെ, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രഷറിൽ എങ്ങനെയാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ചേഞ്ച് ചെയ്യുക? കോൺസ്റ്റന്റ് പ്രഷറിൽ എങ്ങനെ വരും? സി പി എന്ന് പറയുമ്പം 1/n del Q by del T. ഓക്കെ, അതായത് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഓക്കെ, അപ്പൊ ഇവിടുന്ന് എന്താണ് നമ്മൾ ഡെൽ ക്യൂവിന്റെ ഇത് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുകയാണ്. സി പി എൻ ഡെൽറ്റ ടി. ഓക്കെ, ഇത്രയും കിട്ടി. ഇനി എന്ത് ചെയ്യാം? അപ്പൊ അത് ഇക്വേഷൻ നമുക്ക് എത്ര കൊടുക്കാം? ഇക്വേഷൻ നമുക്ക് 4 കൊടുക്കാം അല്ലെ? ഓക്കെ, ഇക്വേഷൻ 4. ഇനി ഡെൽ ക്യൂ ഇസ് ഈക്വൽ ടു സി പി എൻ ഡെൽറ്റ ടി എന്ന് കിട്ടി. നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം എന്താണ്? ഡെൽ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽ യു പ്ലസ് പി ഡെൽറ്റ വി അല്ലേ? പി ഡെൽറ്റ വി. അപ്പൊ നമുക്ക് ഡെൽ ക്യൂവിന് സി പി എൻ ഡെൽറ്റ ടി എന്നുള്ളത് നമ്മൾ അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഡെൽ യുവിന് നമുക്ക് എന്താണ്? നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ഇതിൽ കോൺസ്റ്റന്റ് വോളിയത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു സി വി എൻ ഡെൽറ്റ ടി എന്നുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു സി വി എൻ ഡെൽറ്റ ടി. ഡെൽറ്റ ക്യൂ എന്തായിരുന്നു? സി പി എൻ ഡെൽറ്റ ടി. ഇനി പ്ലസ് പി ഡെൽറ്റ വി. മക്കളെ, ഡബ്ല്യുവിനെയാണ് നമ്മൾ പി ഡെൽറ്റ വി എന്ന് പറഞ്ഞത്. അപ്പോൾ പി വി എന്ന് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. എന്തായിരുന്നു? നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ പി വി എന്ന് പറഞ്ഞ എന്താ? എൻ ആർ ടി അല്ലേ? ഈ പിയും വിയും ഒക്കെ എന്തായിരുന്നു? പി ഫോർ പ്രഷർ അല്ലേ? വി ഫോർ വോളിയം. എൻ എന്ന് പറഞ്ഞ എന്തായിരുന്നു? നമ്മുടെ നമ്പർ ഓഫ് മോൾസ്. ആരായിരുന്നു? നമ്മുടെ ഗ്യാസ് കോൺസ്റ്റന്റ്. ഓക്കെ, ജെ കെ ഇൻവേഴ്സ് സ്മോൾ ഇൻവേഴ്സ് പറഞ്ഞു ഓർക്കുന്നില്ലേ? ജസ്റ്റ് കിഡിങ്, ജെ കെ എന്നൊക്കെ മിസ് പറഞ്ഞ. ഓക്കെ, സോ എൻ ആർ ടി, ടി ഫോർ ടെമ്പറേച്ചർ അല്ലേ? അപ്പം പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പി വി എൻ ആർ ടി ആണെങ്കിൽ ഓക്കെ, നമുക്ക് എന്താ? എൻ മാറും എന്താണ്? നമ്പർ ഓഫ് മോൾസും അതുപോലെ തന്നെ ഗ്യാസ് കോൺസ്റ്റന്റ് ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്. അതിൽ വേരി ചെയ്യുന്ന ഒരേ ഒരാളേ ഉള്ളൂ. ആരായിരിക്കും? ടി അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? എൻ ആർ ഡെൽ ടി അല്ലേ? എൻ ആർ ഡെൽ ടി. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിക്കേ, സി പി എൻ ഡെൽ ടി ഇസ് ഈക്വൽ ടു സി വി എൻ ഡെൽ ടി പ്ലസ് എൻ ആർ ഡെൽ ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യാ? ഈ ഇക്വേഷനിൽ കോമൺ ആയിട്ടുള്ള എല്ലാവരെയും ക്യാൻസൽ ചെയ്യാം. കാരണം എന്താ? അവരെ നമ്മൾ ഔട്ട്സൈഡ് ബ്രാക്കറ്റ് എടുക്കുവാണെങ്കിൽ അത് കട്ട് ചെയ്തു അല്ലേ? അപ്പൊ ഈ എന്താണ് കോമൺ ആയിട്ടുള്ള എൻ ഡെൽ ടി നമ്മൾ
ക്യാൻസൽ ചെയ്തു. ഓക്കെ, CP ഈസ് ഈക്വൽ ടു CV പ്ലസ് R എന്ന് കിട്ടും. അപ്പൊ എന്ത് ചെയ്യുക, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ടേംസിലുള്ള കോൺസ്റ്റന്റ് പ്രഷറിലും വോളിയത്തിലും ഉള്ള ഫാക്ടേഴ്സിനെ മാത്രം ഒരു സൈഡിലേക്ക് എടുക്കുമ്പോൾ മക്കളെ നമുക്ക് എന്ത് കിട്ടും? CP മൈനസ് CV ഈക്വൽ ടു R. ഓക്കെ, CP മൈനസ് CV ഈസ് ഈക്വൽ ടു R എന്നുള്ള റിലേഷൻ നമുക്ക് കിട്ടി. അപ്പം ഇതാണ് എന്ത്? മേയേഴ്സ് റിലേഷൻ. ഓക്കെ, സോ CP മൈനസ് CV ഈക്വൽ ടു R എന്നുള്ളതാണ് നമ്മുടെ മേയേഴ്സ് റിലേഷൻ. ഈ ഒരു ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ചോദിച്ചിട്ട് മേയേഴ്സ് റിലേഷൻ അതിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം 2 പാർട്ടായിട്ട്. ഓക്കെ, സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആൻഡ് ഡിറൈവ് ദ മേയേഴ്സ് റിലേഷൻ എന്ന് പറയാം. അപ്പം നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് ഒരു കറക്റ്റ് ഐഡിയ ഉണ്ടായിരിക്കണം. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് ഉള്ള ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് ഇത് ഡിറൈവ് ചെയ്ത് വരാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? സോ ഈ ഒരു ഇക്വേഷൻ ഷുവർ ഷോർട്ട് ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, സോ നമ്മൾ തെർമോഡൈനാമിക് പ്രോസസ്സിനെ കുറിച്ച് ഇനീഷ്യലി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ? അതായത് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഇതൊക്കെയുള്ള ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറയുക അല്ലേ? അപ്പൊ അതിൽ തന്നെ എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തെർമോഡൈനാമിക് പ്രോസസ് ഉണ്ട്. ഓക്കെ, എന്തിനാണ് ഇത് പഠിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് ഓരോ പ്രോസസ്സുകളെ കുറിച്ചും വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഐസോബാറിക്, ഐസോകോറിക്, ഐസോതെർമൽ, പിന്നെ എന്താണ് അഡയാബാറ്റിക്, അങ്ങനെ ഓരോ പ്രോസസ്സുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഏത് വേരിയബിൾസ് ആണ് നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നതെന്നും. ഓക്കെ, പിന്നെ എന്താണ് വർക്ക് ഡൺ ഇൻ ഡിഫറെന്റ് പ്രോസസ്. ഓക്കെ, എല്ലാ പ്രോസസ്സും ഇല്ല, പക്ഷെ അതിൽ തന്നെ മെയിൻ ആയിട്ട് 2 പ്രോസസ്സുകളാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുക. ഓക്കെ, സോ നമുക്ക് ഇതെല്ലാം വിശദമായിട്ട് പഠിക്കാം. അപ്പൊ എന്താണ് തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എനി പ്രോസസ് ഇൻ വിച്ച് ദർ ഇസ് സം ചേഞ്ച് ഇൻ പ്രഷർ, വോളിയം ഓർ ടെമ്പറേച്ചർ ഓഫ് സിസ്റ്റം. മക്കളെ, നമ്മുടെ ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിൽ മെയിൻ ആയിട്ടുള്ള 3 വേരിയബിൾസ് എന്തൊക്കെയായിരുന്നു? പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ അല്ലെ? അപ്പം ഇതിൽ ഇങ്ങനെ ഓരോന്ന് മാറുന്നതനുസരിച്ചാണ് നമുക്ക് ഡിഫറെന്റ് പ്രോസസ്സുകളെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ഐസോതെർമൽ പ്രോസസ് ആണ്. ഓക്കെ, എന്താണ് ഐസോതെർമൽ പ്രോസസ്? അപ്പം ഐസോതെർമൽ പ്രോസസ്സിൽ നമ്മൾ എന്താ ചെയ്യുക? ഐസോതെർമൽ പ്രോസസ്സിൽ ഓക്കെ നമുക്ക് എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിട്ട് വരിക? കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന എന്തായിരിക്കും? ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ എന്തായിരിക്കും? കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ ഇസ് കോൺസ്റ്റന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തെർമൽ എന്നുള്ള വേർഡ് ഓർത്താൽ മതി. തെർമൽ എന്ന് വരുമ്പോൾ എന്ത് വരും? ടെമ്പറേച്ചർ, അങ്ങനെ ഒന്ന് ഓർത്താൽ മതി. ഓക്കെ, തെർമൽ, ടെമ്പറേച്ചർ. സോ ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ ആയിരിക്കും നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുക. ഇനി ഐസോബാറിക്കില്, ഓക്കെ, ഐസോബാറിക് പ്രോസസ്സിൽ എന്താണ് നിങ്ങൾ ഓർത്താൽ മതി. ബാറിലൊക്കെ പോകുമ്പോൾ എന്താണ് ഭയങ്കര പ്രഷറാണ് അല്ലെ? ഭയങ്കര പ്രഷർ അടിച്ച് നമ്മളിങ്ങനെ എന്താണ് ഭയങ്കര വർക്ക് പ്രഷറൊക്കെ വന്നിട്ട് അതൊന്ന് റിലാക്സ് ചെയ്യാനാണ് ചിലർ ബാറിൽ പോകുന്നത് അല്ലേ? പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളാണോ നമ്മൾ റിലാക്സേഷന് വേണ്ടി കണ്ടെത്തേണ്ടത്? ഒരിക്കലും അല്ല അല്ലേ? അപ്പോൾ എന്താണ് അത് മോശമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് മിസ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കത്തില്ല. ഇപ്പം നിങ്ങൾ പഠിക്കുന്ന പിള്ളേരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇപ്പോഴത്തെ ആ ഒരു നിങ്ങളുടെ പ്രഷർ റിലീസ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? നല്ല മ്യൂസിക് ഒക്കെ കേൾക്കുക, പിന്നെന്താണ് വളരെ നല്ല ഹോബീസ് ഒക്കെ വളർത്തിയെടുക്കുക. പക്ഷെ എന്താണ് പരീക്ഷയുടെ ആ ഒരു പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഇനി കുറച്ച് നാളത്തേക്കുള്ളൂ അല്ലേ? നിങ്ങൾ ഈ ഒരു +1 +2 ഒക്കെ നല്ല ഇതിൽ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഒരു പവർ വരുന്നത് അല്ലേ? നല്ല കോഴ്സസ് എടുത്ത് പഠിക്കാനും ഭാവിയിൽ സെറ്റിൽ ആവാനൊക്കെ. അപ്പം മക്കളൊക്കെ എന്താണ് ആ രീതിയിൽ വേണം എന്താണ് പ്ലാൻ ചെയ്യാൻ. ഓക്കെ, സോ എന്താണ് ഐസോബാറിക് പ്രോസസ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രഷർ ഇസ് കെപ്റ്റ് കോൺസ്റ്റന്റ്. ഓക്കെ, ഐസോബാറിക് പ്രോസസ്സിൽ പ്രഷർ ആണ് കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുക. ഓക്കെ, ഇനി ഐസോകോറിക്. ഓക്കെ, ഐസോകോറിക്കിൽ എന്താണ്? വോളിയം ആണ് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുക. പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഇങ്ങനെ 3 ആൾക്കാരുണ്ട് അല്ലേ? നമ്മളൊരു തെർമോഡൈനാമിക് സിസ്റ്റം എടുത്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, തെർമോഡൈനാമിക് സിസ്റ്റം എടുത്തു. ഓക്കെ, അപ്പൊ എന്താണ് തെർമോഡൈനാമിക് സിസ്റ്റത്തില്? ഇതൊരു തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് വിചാരിക്കുക. ഒരു പിസ്റ്റൺ ഒക്കെ ഉണ്ട്. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് എന്തിലൊക്കെ അറിയാന്നൊക്കെ തോന്നിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ വരയ്ക്കുക. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കളറൊക്കെ അടിക്കാം. ഓക്കെ, സോ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ എന്താ നടക്കുന്നത്? പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഇതൊക്കെയാണോ ഉള്ളത്? ഓക്കെ, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഇങ്ങനത്തെ 3 ഫാക്ടേഴ്സ് ആണ് നമ്മൾ എപ്പോഴും തെർമോഡൈനാമിക് സിസ്റ്റത്തിൽ പറയുന്നത് അല്ലേ? പിന്നെന്താണ് കുറെ മോളിക്യൂൾസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് മോളിക്യൂൾസിനെയും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഈ 3 ഫാക്ടേഴ്സ് ആണ് അല്ലേ? അപ്പം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്ന പ്രോസസ്സിനെ ബി കോൾ ഇറ്റ് ആസ് ഐസോതെർമൽ പ്രോസസ്. ഇനി പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്ന പ്രോസസ്സിനെ നമ്മൾ ഐസോബാറിക് പ്രോസസ് എന്ന് പറയും. അപ്പം ഐസോകോറിക് എന്തായിരുന്നു? വോളിയം ആയിരിക്കും നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നത്. ഓക്കെ, എന്തായിരിക്കും?
വോളിയം ഇസ് കെപ്റ്റ് കോൺസ്റ്റന്റ്. ഇനി അവസാനത്തെ അഡയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ടാകത്തില്ല. ഓക്കെ, അതായത് ഹീറ്റ് ഉള്ളിലോട്ടും വരത്തില്ല, ഹീറ്റ് പുറത്തോട്ടും പോകില്ല, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം പോലെ അല്ലേ. അപ്പം ക്യൂ ഇസ് കോൺസ്റ്റന്റ് എന്ന് നമുക്ക് പറയാം. അതായത് ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് അല്ലേ. അപ്പൊ നോ ഹീറ്റ് എക്സ്ചേഞ്ച്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ബേസിക് തെർമോഡൈനാമിക് പ്രോസസ്സുകൾ. ഓക്കെ, ഏതൊക്കെയാണ് ഈ 4 ഐസോതെർമൽ, ഐസോബാറിക്, ഐസോകോറിക്, അഡയബാറ്റിക് പ്രോസസ്. ഓക്കെ, സോ നമ്മൾ എന്താണ് ഈ ഓരോ പ്രോസസ്സുകളെ കുറിച്ചും വിശദമായിട്ട് പഠിക്കും. ഓക്കെ, സോ തെർമോഡൈനാമിക് പ്രോസസ്സിലെ ഫസ്റ്റ് പ്രോസസ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഇപ്പം ഐസോതെർമൽ പ്രോസസ് ആയിരുന്നു. ഓക്കെ, ഐസോതെർമൽ പ്രോസസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? തെർമൽ അല്ലെ. തെർമൽ എന്നുള്ള വേർഡ് എന്ന് വെച്ചാൽ എന്താണ്? ടെമ്പറേച്ചർ അല്ലെ. അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ ആയിരിക്കും കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുക. അപ്പൊ നോക്കിയടാ, അതായത് ചേഞ്ച് ഇൻ പ്രഷർ ആൻഡ് വോളിയം ഓഫ് ഗ്യാസ് വിതൗട്ട് എനി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിൽ ഒരു ചേഞ്ചും ഇല്ലാത്ത ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഐസോതെർമൽ പ്രോസസ് എന്ന് പറയാം. ഓക്കെ, സോ ടെമ്പറേച്ചർ ഇസ് കെപ്റ്റ് കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് ഈ ഐസോതെർമൽ പ്രോസസ്സിൽ നമ്മളോട് ചോദിക്കുക എന്താണ്? വർക്ക് ഡൺ. ഓക്കെ, വർക്ക് ഡണ്ണിനെ ഐസോതെർമൽ പ്രോസസ്സ് ഡിറൈവ് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അപ്പൊ എന്താ മക്കള് ഇത് നന്നായിട്ട് തന്നെ പഠിക്കുക. കാരണം ഡെറിവേഷൻസ് ആകുമ്പോൾ നമ്മൾ ചുമ്മാ എന്താണ് അത് ആ മാർക്ക് വിട്ടുകളായിരിക്കും. കാരണം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയ സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾക്കൊന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എന്ത് ചെയ്യാം, അത് നമുക്ക് ഡിറൈവ് ചെയ്യാം. ഓക്കെ, എന്താണ്? വർക്ക് ഡൺ അല്ലെ. വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്. ഓക്കെ, ഐസോതെർമൽ പ്രോസസ്സിലെ നമുക്ക് ലഭിക്കുന്ന വർക്ക് എത്രയായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഐസോതെർമൽ പ്രോസസ്. ഓക്കെ, അപ്പൊ എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം? നമുക്കറിയാം വർക്ക് ഡൺ ഇൻ ദ ജനറൽ ഇക്വേഷൻ എന്താണ്? പി ഡെൽറ്റ വി അല്ലെ. ഡെൽ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ പി ഡെൽറ്റ വി ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? അതിൽ തന്നെ തുടങ്ങാം. ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ പി ഡെൽറ്റ വി ആണ് അല്ലെ. ഓക്കെ, അതായത് വർക്ക് എന്ന് പറഞ്ഞാൽ പി വി ആണ്. അപ്പൊ ഡെൽറ്റ വർക്ക് എന്ന് പറഞ്ഞാൽ പി ഡെൽറ്റ വി. ഓക്കെ, ഇനി ഇതെന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഇതാണ് അല്ലെ. അപ്പൊ അതിന് നമ്മൾ ഡിഫറൻഷിയേഷൻ ഇതിൽ പറയുമ്പോൾ എന്താണ്? ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഡി വി. ഓക്കെ മക്കളെ, ഇതൊക്കെ ബേസിക്സ് ആണ് മാത്സിന്റെ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് അറിയാം. ഓക്കെ, സോ ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഡി വി എന്ന് പറയാം. അപ്പൊ നമുക്ക് എന്താണ്? എൻറ്റയർ വർക്ക് ഡൺ ആണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ഒരു ചെറിയ ടൈമിലുള്ളതല്ല, നമുക്ക് ആ പ്രോസസ്സിലുള്ള വർക്കാണ് അറിയേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ ഡി ഡബ്ല്യു എന്ന് വരെ നമുക്ക് അതിനെ ടോട്ടൽ വർക്കാണ് കാണേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുക? യു ഹാവ് ടു ഇന്റഗ്രേറ്റ്. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് നിങ്ങൾക്ക് കിട്ടും? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ പി ഡി വി എന്ന് കിട്ടും അല്ലെ. അതായത് ഡി ഡബ്ല്യു ആണ് പി ഡി വി. സോ ഡി ഡബ്ല്യുവിന് പകരം നമുക്ക് വർക്കാണ് കിട്ടണമെങ്കിൽ ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇന്റഗ്രൽ പി ഡി വി, അതായത് ഇന്റഗ്രേറ്റ് ചെയ്യുവാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം ഇന്റഗ്രൽ പി ഡി വി എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? സോ മക്കളെ, നമുക്കറിയാം പി ഡി വി. ഓക്കെ, പി ഡി വിക്ക് പകരം നമ്മൾ അവിടെ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നേ? പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി ആണ് നിങ്ങൾക്കറിയാം. അത് ഏത് ഇക്വേഷൻ ആയിരുന്നു? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അല്ലെ. സോ വി നോ ദാറ്റ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇതിലെന്താണ് നമ്മൾ ഇപ്പൊ ചെയ്യുന്ന പ്രോസസ് ഏതാണ് മക്കളെ? ഐസോതെർമൽ പ്രോസസ്. എടാ, ഐസോതെർമൽ പ്രോസസ്സിൽ ഏതാണ് കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുന്നത്? നമ്മള് ടെമ്പറേച്ചർ അല്ലെ. ടെമ്പറേച്ചർ ആണ് ഐസോതെർമൽ പ്രോസസ്സിൽ. ഐസോതെർമൽ. ഓക്കെ, തെർമൽ എന്നുള്ള വേർഡ് ഓർത്ത് വെക്കുക. തെർമൽ, ടെമ്പറേച്ചർ. സോ ഐസോതെർമൽ പ്രോസസ്സിൽ നമ്മൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുന്നു. അപ്പൊ എന്താണ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഇനി നമ്പർ ഓഫ് മോൾസ് ഓൾറെഡി കോൺസ്റ്റന്റ് ആണ് അല്ലെ. ഗ്യാസ് കോൺസ്റ്റന്റ് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എന്താണ്? ഇതെല്ലാം എന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വിളിക്കാം? ഈ പി വി എന്നുള്ളതിനെ നമുക്ക് ഈക്വൽ ടു എൻ ആർ ടി എന്ന് നമ്മൾ പറയുന്നു അല്ലെ. അപ്പൊ എൻ ആർ ടിക്ക് പകരം നമ്മളൊരു കോൺസ്റ്റന്റ് കൊടുക്കുകയാണ്. പി വി ഈസ് ഈക്വൽ ടു കെ. കെ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കാരണം എന്താണ്? എന്നും ആറും ടിയും എല്ലാം കോൺസ്റ്റന്റ്സ് ആണ് അല്ലെ. അപ്പൊ അതിനെ നമ്മൾ ഓൾ ടുഗദർ എന്താണ്? കെ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ വിളിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുക? അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് എങ്ങനെ കിട്ടും? ഇന്റഗ്രൽ വർക്ക് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ പി ഡി വി. അപ്പൊ പി വി ഇസ് ഈക്വൽ ടു കെ എന്നാണ് കിട്ടേണ്ടത്. നമുക്ക് എന്തിനാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? നമുക്ക് പിക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ പിനെ ഒരു സൈഡിൽ വെക്കുക,
P is equal to K by V. ഓക്കെ, നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല. PV is equal to NRT എല്ലാം എഴുതുന്നില്ല. P is equal to K by V എന്ന് എഴുതിയാലും മതി. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് അറിയാമെന്ന് എന്താണ് നോക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവണം. അപ്പൊ അതിനുവേണ്ടി എന്താണ് ഇങ്ങനത്തെ കുറച്ച് സ്റ്റെപ്പൊക്കെ എഴുതുകയാണെങ്കിൽ നമുക്കൊരു ഗുമ്മൊക്കെ കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് എന്താണ് ഒരു അറിയാമെന്നുള്ള ഒരു ഇത് നമ്മുടെ ടീച്ചേഴ്സിന് തോന്നണ്ടേ, എന്നാലല്ലേ നിങ്ങൾക്ക് മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കൺസെപ്റ്റും അറിയണം, പിന്നെ എന്താണ് നമ്മൾ കുറച്ച് എക്സ്പ്രസ് ചെയ്താലേ എന്താണ് നമുക്ക് മാർക്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, സോ P is equal to K by V എന്ന് കിട്ടി. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഇന്റഗ്രൽ K by V dV. ഇനി നോക്കിക്കേ മക്കളെ, K എന്ന് പറയുന്നൊരു കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് K പുറത്തേക്ക് എടുക്കാം, ഇല്ല K കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് വെളിയിലേക്ക് എടുക്കുകയാണ്. ഇനി അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? ഇന്റഗ്രൽ K ഇന്റഗ്രൽ dV by V. ഓക്കെ, ഇനി നമ്മൾ നോക്കിക്കേ, നമ്മൾ ലിമിറ്റ് കൊടുക്കുന്ന എങ്ങനെ, ഇന്റഗ്രേഷനിൽ നമ്മൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ 2 വോളിയം ആണെന്ന് ചിന്തിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ P1 V1 T1. ഓക്കെ, ഫസ്റ്റ് സിസ്റ്റം എങ്ങനെയായിരുന്നു? പ്രഷർ P1, വോളിയം V1 ആൻഡ് ടെമ്പറേച്ചർ T1 എന്ന് കൊടുക്കേണ്ട കാര്യമുണ്ടോ? കാരണം എന്താ, T1 എന്ന് ഉദ്ദേശിച്ചാൽ എന്താണ്, T1 ആയിട്ടുണ്ടെങ്കിൽ അടുത്തത് T2 പോകുന്നുള്ള രീതിയിലാണ്. പക്ഷെ എന്താണ് ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ല, അപ്പൊ നമ്മൾ T കൊടുത്താൽ മതി. ഓക്കെ, സോ നമുക്ക് എന്താണ് ടെമ്പറേച്ചർ T. ഇനി എന്താണ് അവസാനം ഈ പ്രോസസ്സ് കഴിയുമ്പോൾ എങ്ങനെ മാറും? എങ്ങനെയായിരിക്കും മാറുന്നത് മക്കളെ? P2 ആകും, V2 ആകും. പക്ഷെ ടെമ്പറേച്ചർ മാറുമോ? ഇല്ല അല്ലെ. ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്താണ് ടെമ്പറേച്ചർ മാറില്ല. സോ നിങ്ങൾക്ക് P2 V2 T എന്നായിരിക്കും വരിക. അപ്പൊ എന്ത് ചെയ്യാം? K ഇന്റഗ്രൽ dV by V എന്ന് നമുക്ക് കിട്ടി. ഇത് നമുക്ക് എന്താണ് വോളിയം V1 ആയിരുന്നു തുടങ്ങിയത്, പിന്നീട് അത് V2 വോളിയമിലേക്ക് മാറി. അപ്പൊ നമ്മുടെ വോളിയം ഇത് ഇന്റഗ്രൽ dV by V ആണ്, അതായത് വോളിയത്തെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വോളിയത്തിന്റെ ലിമിറ്റ്സ് കൊടുക്കുക. വോളിയം എങ്ങനെയാ ചേഞ്ച് ചെയ്യുന്നത്? V1 നിന്ന് V2ലേക്ക്. ഓക്കെ, സോ V1 is to V2. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു K ഇന്റഗ്രൽ dV by V. മക്കളെ, ഇന്റഗ്രൽ dV by V എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലെങ്കിൽ 1 by V dV എന്ന് പറഞ്ഞാൽ എന്താണ്? ലോൺ V ആണ്. ഓക്കെ, L എന്ന് വെച്ചാൽ എന്താണ്? നാച്ചുറൽ ലോഗരിതം. ഓക്കെ, സോ നാച്ചുറൽ ലോഗരിതം ഓഫ് V എന്നാണ് വരിക. ഓക്കെ, സോ ഇന്റഗ്രൽ dV by V എന്ന് പറഞ്ഞാൽ LNV എന്നാണ് അർത്ഥം. അപ്പൊ എന്ത് ചെയ്യാ? ഇന്റഗ്രൽ dV by V നമ്മൾ LNV എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ലിമിറ്റ്സ് എങ്ങനെയായിരുന്നു? V1 to V2. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാ കിട്ടുക? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അല്ലെ. അതായത് K ln V2 മൈനസ് ln V1. ഓക്കെ, ഇനി log ഓഫ് A മൈനസ് log ഓഫ് B എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ln A മൈനസ് ln B എന്ന് പറഞ്ഞാൽ ln A by B. ഓക്കെ, ln A മൈനസ് ln B എന്ന് പറഞ്ഞാൽ ln A by B. ഓക്കെ, ഇതൊക്കെ ബേസിക്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക ഈ ലോഗരിതത്തിന്റെ ഇത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? K ln V2 by V1 എന്ന് നമുക്ക് കിട്ടി. സോ W is equal to K ln V2 by V1 നമുക്ക് കിട്ടി. നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താവോ? ഇത് നാച്ചുറൽ ലോഗരിതമാണ് അല്ലെ. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? കോമൺ നമ്മൾ ലോഗ് എന്ന് വിളിക്കും. അപ്പൊ ലോഗ് എന്ന് വെച്ചാൽ എന്താണ്? ലോഗ് എന്ന് പറഞ്ഞാൽ 2.303. ഓക്കെ, L എന്ന് പറഞ്ഞാൽ അല്ലെ, L എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ ലോഗരിതം എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറൽ ലോഗരിതം എന്ന് പറഞ്ഞാൽ 2.303 ലോഗ് ആണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? ഇതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണ്. W is equal to K നാച്ചുറൽ ലോഗരിതം V2 by V1 എന്ന് പറഞ്ഞാൽ എന്താണ്? നെക്സ്റ്റ് പേജിൽ എഴുതാം. W is equal to K നാച്ചുറൽ ലോഗരിതം V2 by V1. ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി എന്ത് ചെയ്യാ? ഈ നാച്ചുറൽ ലോഗരിതത്തിനെ നമ്മൾ ലോഗിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എന്താണ്? L എന്ന് പറഞ്ഞാൽ 2.303 ലോഗ് ആണ് അല്ലെ. അപ്പൊ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2.303 ലോഗ് എന്താ കിട്ടും? V2 by V1. ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക അല്ലെ. K എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 2.303 ലോഗ് V2 by V1 എന്ന് കിട്ടി. ഇനി അപ്പം ഇതിനിടയ്ക്ക് ഒരു K ഉണ്ട്, അത് മറന്നു പോകരുത്. 2.303 K ലോഗ് V2 by V1. ഇനി ശ്രദ്ധിച്ച മക്കളെ, K എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മൾ PV is equal to NRT എന്നാണ് പറഞ്ഞ അല്ലെ. ഈ NRTക്ക് പകരം നമ്മൾ കൊടുത്തൊരു പേരാണ് K. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ ഇത് ഈ ഡെറിവേഷൻ തുടങ്ങിയപ്പോൾ തൊട്ട് Kക്ക് പകരം NRT എന്ന് കൊടുക്കാം.
N കോൺസ്റ്റന്റ് ആണ്, R ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്, പിന്നെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവാൻ കാരണം എന്താ? ഇതൊരു ഐസോതെർമൽ പ്രോസസ്സിന്റെ വർക്കാണ് നിങ്ങൾ ഡിറൈവ് ചെയ്യുന്നത്, അങ്ങനെയല്ലേ? അപ്പൊ ഐസോതെർമൽ പ്രോസസ് ആയതുകൊണ്ടാണ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി എടുത്തത് അല്ലേ? വേണം നിങ്ങൾക്ക് ആദ്യം തൊട്ടേ NRT എന്ന് എഴുതാം, അതിന്റെ ആവശ്യമുണ്ടോ? ലാസ്റ്റ് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? അപ്പം PV = NRT, അതിന് കൊടുത്തൊരു പേരാണ് K. അപ്പൊ എങ്ങനെ വരും? 2.303 Kക്ക് പകരം NRT എന്ന് കൊടുക്കുക. NRT log V2/V1. ഇതാണ് എന്ത് മക്കളെ? വർക്ക് ഡൺ ഇൻ എ ഐസോതെർമൽ പ്രോസസ്. ഓക്കെ, സോ ഈ ഒരു ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വർക്ക് ഡൺ ഇൻ എ ഐസോതെർമൽ പ്രോസസ് where temperature is constant. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? W = 2.303 log V2/V1. ഓക്കെ അല്ലേ? അപ്പൊ ഇത് സെറ്റ് ആയിട്ട് പഠിക്കുക. സോ മക്കളെ, നമ്മൾ ഐസോതെർമൽ പ്രോസസ്സിനെ കുറിച്ച് പഠിച്ചു അല്ലെ? ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടെമ്പറേച്ചർ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നതായിരിക്കും അല്ലെ? അപ്പൊ എന്താണ്? പ്രഷറും വോളിയവും ചേഞ്ച് ചെയ്യും, പക്ഷെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കും. അപ്പൊ അവിടുത്തെ ഇക്വേഷൻ എന്തായിരുന്നു? PV = കോൺസ്റ്റന്റ് ആയിരുന്നു. ഇപ്പൊ അടുത്ത നമ്മുടെ ഇക്വേഷൻ, അപ്പൊ ഫൈനലി വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ് നമുക്ക് എന്തായിരുന്നു കിട്ടുന്നത്? 2.303 NRT log V2/V1 അതായിരുന്നു നമുക്ക് കിട്ടുന്നത് അല്ലെ? ഇനി അടുത്ത പ്രോസസ് എന്ന് പറയുന്നതാണ് അഡയബാറ്റിക് പ്രോസസ്. എന്താണ് അഡയബാറ്റിക് പ്രോസസ്? അഡയബാറ്റിക് പ്രോസസ്സിൽ എന്താണ്? പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ഇവയെല്ലാം ചേഞ്ച് ചെയ്യും, പക്ഷെ എന്താണ്? ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കില്ല. ഡെൽ Q എന്ന് പറയുന്നത്, Q എന്ന് അവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണ്? ഹീറ്റിനെയാണ് അല്ലെ? അപ്പം ഡെൽറ്റ Q എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, സോ ദ പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ചേഞ്ച്, ബട്ട് ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. സിസ്റ്റവും എക്സ്റ്റേണൽ സറൗണ്ടിങ്, സിസ്റ്റത്തിന് പുറത്തുള്ള സറൗണ്ടിങ്സും തമ്മിൽ എന്താണ്? ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കില്ല. വരുന്നതും ഇല്ല, പോകുന്നില്ല അല്ലെ? അതായത് എക്സ്ചേഞ്ച് നടക്കുന്നില്ല എന്ന് നമുക്ക് പറയാം അല്ലെ? സോ ഡെൽറ്റ Q = 0. അതാണ് ഒരു അഡയബാറ്റിക് പ്രോസസ്സിന്റെ മെയിൻ ആയിട്ട് വരുന്ന ഒരു ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ബേസിസിൽ നമുക്ക് ഇക്വേഷൻസ് ഉണ്ട് അല്ലെ? അപ്പൊ ഇത് എന്താണ്? വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഇനി അടുത്ത പഠിക്കേണ്ടത് എന്താണ്? വർക്ക് ഡൺ ഇൻ അഡയബാറ്റിക് പ്രോസസ്. അതിന് മുന്നേ എന്താണ്? ഐസോതെർമലിൽ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഐസോതെർമലിൽ എന്തായിരുന്നു? ഐസോതെർമൽ അല്ലെ? ഐസോതെർമലിൽ നമുക്ക് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരുന്നു, പിന്നെന്താണ്? PV = a കോൺസ്റ്റന്റ്. കാരണം എന്താണ്? PV = NRT ആണ് അല്ലെ? അപ്പൊ അതിൽ എന്താണ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് വരുമ്പോൾ PV = കോൺസ്റ്റന്റ് വരും. പിന്നെ നമുക്ക് വർക്ക് ഡൺ എന്തായിരുന്നു കിട്ടിയത്? NRT log 2.303 ഉണ്ട് കേട്ടോ. 2.303 NRT log V2/V1 അല്ലെ? ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടിയത്? ഓക്കെ, 2.303 NR2 log V2/V1. ഇത്രയായിരുന്നു നമ്മുടെ ഐസോതെർമൽ പ്രോസസ്സില്. നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? വർക്ക് ഡൺ ഇൻ എ അഡയബാറ്റിക് പ്രോസസ് ആണ്. വർക്ക് ഡൺ ഇൻ അഡയബാറ്റിക് പ്രോസസ്. ഓക്കെ, അപ്പൊ അഡയബാറ്റിക് പ്രോസസ്സിൽ എന്താണ്? അഡയബാറ്റിക് പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞു ഡെൽ Q = 0 ആയിരിക്കും. അതായത് എന്താണ്? ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നില്ല അല്ലേ? അപ്പൊ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഒരു വർക്ക് ഡൺ കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ ബേസിക് ഇക്വേഷൻ എന്താണ്? P × ΔV ആണ് അല്ലെ? അപ്പം വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ P ഡെൽറ്റ W എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? P ΔV ആയിരിക്കും. അപ്പൊ അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വർക്ക് ഡൺ = ∫PdV. ഇതാണ് നമ്മുടെ ബേസിക് ഫോർമുല അല്ലെ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനീഷ്യലി ഉള്ള സ്റ്റെപ്സ് എഴുതാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ തുടങ്ങാം. ഓക്കെ, സോ വർക്ക് ഡൺ = ∫PdV. ഓക്കെ, വർക്ക് ഡൺ ∫PdV. ഓക്കെ, അപ്പൊ ലിമിറ്റ് എങ്ങനെയായിരിക്കും? നമ്മൾ അഡയബാറ്റിക് പ്രോസസ്സിൽ വർക്ക് ഡൺ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മളൊരു സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ? ആ സിസ്റ്റത്തിൽ എന്താണ്? ഈ സിസ്റ്റത്തിന്റെ ആദ്യം ഐഡിയൽ ഗ്യാസ് ഉള്ള ഒരു സിസ്റ്റം. അപ്പൊ എന്താണ് ഐഡിയൽ ഗ്യാസ്? സിസ്റ്റം ചേഞ്ച് ഫ്രം എന്താണ്? P1 V1 T1 to എന്താണ്? T2 V2 T2 അല്ലെ? അതായത് സിസ്റ്റത്തിന്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷറും വോളിയവും ടെമ്പറേച്ചറും എല്ലാം മാറും അല്ലെ? അപ്പൊ P1 V1 T1 to P2 V2 T2 എന്ന് മാറും അല്ലെ? അപ്പൊ എന്താണ്? ഇതാണ് അത് ഇനീഷ്യലി നിങ്ങൾക്ക് എഴുതാം. സോ വർക്ക് ഡൺ = ∫PdV. PdV എന്നുള്ളതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്.
അപ്പൊ നമുക്കറിയാം അഡിയബാറ്റിക് പ്രോസസ്സിൽ ഓക്കെ ഇത് ഐസോതെർമൽ പ്രോസസ്സിനെയാണ് മിസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ അപ്പൊ ഇനി അഡിയബാറ്റിക് പ്രോസസ്സിൽ എന്താണ് പി വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റന്റ് അല്ലെ, അതാണ് നമ്മുടെ ഇക്വേഷൻ. പി വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ അപ്പൊ കോൺസ്റ്റന്റ് പകരം നമുക്ക് എന്ത് കൊടുക്കാം, കോൺസ്റ്റന്റ് പകരം നമുക്ക് കെ എന്ന് കൊടുക്കാം. സോ പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു കെ എന്ന് എഴുതാം അല്ലെ. പി വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു കെ എന്ന് നമുക്ക് എഴുതാം. അപ്പൊ പീനെ നമുക്ക് എന്ത് എഴുതാം, പി ഈസ് ഈക്വൽ ടു കെ ബൈ വി റേസ് ടു ഗാമ അല്ലെ. പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ ബൈ വി റേസ് ടു ഗാമ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ സോ എന്ത് ചെയ്യാം, ഇത് നമ്മൾ ഇക്വേഷൻ 1 ആണെന്ന് വിചാരിക്കാം. ഇനി ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് പിക്ക് പകരം ഇതിന് ഇക്വേഷൻ 1 ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ കെ ബൈ വി റേസ് ടു ഗാമ ഡി വി. ഓക്കെ അല്ലേ, വർക്ക് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ കെ ബൈ വി റേസ് ടു ഗാമ ഡി വി. ഈ ലിമിറ്റ്സ് എന്താണ്, നമ്മൾ പറഞ്ഞു സിസ്റ്റം ആദ്യം P1 V1 T1 ആയിരുന്നു, പിന്നെ എങ്ങോട്ട് മാറി P2 V2 T2. അതായത് വോളിയം ചേഞ്ച് എന്ന് പറഞ്ഞാൽ V1 നിന്ന് V2ലേക്കാണ് അല്ലെ. സോ V1 to V2. ഓക്കെ അപ്പൊ ഇനി നമ്മൾ ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം. വർക്ക് ഡൺ ഇസ് ഇന്റഗ്രൽ V1 to V2 K by V raised to gamma dV. എങ്ങനെ വരും, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഓക്കെ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ V1 to V2 K by V raised to gamma dV. ഇങ്ങനെ വരും അല്ലെ. അപ്പൊ എന്താ നമ്മൾ ശ്രദ്ധിക്കണ്ടേ, കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പൊ കോൺസ്റ്റന്റ് നമ്മൾ പുറത്തേക്ക് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും, കെ ഇന്റഗ്രൽ V1 to V2 പിന്നെ എന്താണ് ഈ വി റേസ് ടു ഗാമയില്ലേ, വി റേസ് ടു ഗാമ കിടക്കുന്നത് ഡിനോമിനേറ്ററിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, വി റേസ് ടു ഗാമനെ നമ്മൾ ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, വി റേസ് ടു മൈനസ് ഗാമ എന്ന് കിട്ടും അല്ലെ. വി റേസ് ടു ഗാമ മുകളിലോട്ട് വരുമ്പോൾ വി റേസ് ടു മൈനസ് ഗാമ എന്ന് വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, വി റേസ് ടു മൈനസ് ഗാമ ഡി വി എന്ന് കിട്ടും അല്ലെ. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു കെ ഇന്റഗ്രൽ V1 to V2 വി റേസ് ടു മൈനസ് ഗാമ ഡി വി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ ഇനി നമ്മൾ വി റേസ് ടു മൈനസ് ഗാമേനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ സോ നമുക്കറിയാം ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ്. ഓക്കെ ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സിനെ നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക, എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു n+1 ബൈ n+1. ഓക്കെ മക്കളെ, ഇതൊരു ബേസിക് ഫോർമുലയാണ് ഇന്റഗ്രേഷൻ. അപ്പൊ നിങ്ങൾ അത് ഓർത്ത് വെച്ചുള്ള ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു n+1 ബൈ n+1. ഓക്കെ അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു n+1 ബൈ n+1 അല്ലേ. അപ്പൊ ഇവിടെ വി റേസ് ടു മൈനസ് ഗാമ ഡി വി ആണ് നമ്മൾ ചെയ്യുക അല്ലെ. വിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ്, വി റേസ് ടു മൈനസ് ഗാമേനെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു കെ ഇന്റഗ്രൽ V1 to V2 വി റേസ് ടു മൈനസ് ഗാമ ഡി വി അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു മക്കളെ എന്തായിരുന്നു, ഇത് ഗാമ. ഓക്കെ ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു n+1 ബൈ n+1 ആണ് അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാം, വി റേസ് ടു മൈനസ് ഗാമേനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇന്റഗ്രൽ വി റേസ് ടു മൈനസ് ഗാമയാണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, വി റേസ് ടു മൈനസ് ഗാമ +1 ബൈ മൈനസ് ഗാമ +1. എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്നെ സൂക്ഷിച്ചു നോക്കി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പറയുന്ന പോലെ. സംഭവം എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓരോ ചെറിയ റീഅറേഞ്ച്മെന്റ് ഒക്കെ നടത്തി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പൊ എന്ത് ചെയ്യാം, ഒരു കോംപ്രമൈസ് ഒക്കെ ചെയ്യാണ്, നമുക്കൊരു സംഭവം അവസാനം കിട്ടണം. അപ്പൊ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഇടുക, അതാണ് പരിപാടി കേട്ടോ. അപ്പൊ ഒന്ന് പേടിക്കല്ല, നമുക്ക് എന്താണ് റിസൾട്ട് നമുക്ക് അറിയണം ആദ്യം കേട്ടോ. എന്നാലും നമുക്ക് ഫൈനലി ഇപ്പം നിങ്ങൾ എക്സാമിനാകുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് എന്തായാലും ഫൈനൽ റിസൾട്ട് അറിയണം. അല്ലാണ്ട് എല്ലാം നമ്മൾ ലാസ്റ്റ് ചെയ്ത് പഠിക്കാം എന്ന് വെച്ചാൽ എന്താ, നിങ്ങൾക്ക് ഓൾറെഡി റിസൾട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ സൂത്രപ്പണിയൊക്കെ ഒപ്പിക്കാൻ പറ്റും. ഓക്കെ അപ്പൊ എന്താണ്, വി റേസ് ടു മൈനസ് ഗാമ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, കെ ഇന്റഗ്രൽ V1 to V2 വി റേസ് ടു മൈനസ് ഗാമേനെ വി റേസ് ടു മൈനസ് ഗാമ +1 ഡിവൈഡഡ് ബൈ മൈനസ് ഗാമ +1 ആയി. ഓക്കെ അപ്പം ഇന്റഗ്രേറ്റ് ചെയ്തു അല്ലേ, നമ്മൾ ഓൾറെഡി ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പൊ നമ്മളത് ഇന്റഗ്രേഷൻ എന്നുള്ള സിമ്പൽ കൊടുക്കണ്ടേ. ഇനി എന്ത് ചെയ്യണ്ടേ, ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അതിന്റെ ലിമിറ്റ്സ് കൊടുക്കുക. ഓക്കെ സോ വി റേസ് ടു മൈനസ് ഗാമേനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വി റേസ് ടു മൈനസ് ഗാമ +1 ഡിവൈഡഡ് ബൈ മൈനസ് ഗാമ +1. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്, ഇന്റഗ്രൽ
എക്സ് റേസ് ടു എൻ ഡി എക്സ് നമ്മൾ എക്സ് റേസ് ടു n+1/n+1 എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ അത് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് v റേസ് ടു -γ+1 എന്ന് കിട്ടുന്നത്. ഇനി നമ്മൾ എന്താണ് ലിമിറ്റ് v1 to v2. ഓക്കെ അല്ലേ മക്കളെ, ഇത്ര സെറ്റ് അല്ലേ. അപ്പൊ ഇനി എന്ത് ചെയ്യാം, ഈ -γ+1 ഓക്കെ 1 - γ എന്ന് എഴുതിയ കുഴപ്പമുണ്ടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല അല്ലേ. അപ്പൊ നമ്മൾ അങ്ങനെ ഒന്ന് നമ്മൾ മാറ്റി എഴുതാൻ പോവാണ് k ഇൻറ്റു, പിന്നെ ഇത് അടിയിൽ നമുക്ക് -γ+1 ഉണ്ട് അല്ലേ. അപ്പൊ അതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യാം, അത് കോൺസ്റ്റന്റ് ആണ് അല്ലേ, അത് പുറത്തോട്ട് എടുക്കുക. -γ+1 എന്താവും 1 - γ. ഓക്കെ, സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു k/1 - γ. ഇനി എന്ത് വരും, ഓക്കെ v റേസ് ടു -γ+1 എന്താണ് ലിമിറ്റ് v1 to v2. ഓക്കെ, -γ+1 എങ്ങനെ എഴുതണം എന്ന് മിസ് പറഞ്ഞേ, 1 - γ എന്ന് നമുക്ക് മാറ്റി എഴുതാം. ഓക്കെ, v റേസ് ടു 1 - γ എങ്ങനെയാണ് ലിമിറ്റ് v1 to v2. ഇനി എന്താ മക്കളെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, കോൺസ്റ്റൻസ് എല്ലാം നമ്മൾ വെളിയിൽ എടുത്ത് ബ്രാക്കറ്റിന്റെ, ബ്രാക്കറ്റിലുള്ള ടൈമിൽ നമ്മൾ എന്താണ് ലിമിറ്റ് അപ്ലൈ ചെയ്യണം. k1 - γ. ഇനി വിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുക, v2 ആദ്യം അല്ലേ. v2 1 - γ മൈനസ്, ഓക്കെ, അതായത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. v2 1 - γ മൈനസ് v1 1 - γ. ഓക്കെ, ഇത്ര നമുക്ക് കിട്ടിയില്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോന്നേ, നമുക്കറിയാം ഈ കെയിനെ നമ്മൾ പുറത്തെടുത്തു. ഓക്കെ, പക്ഷെ ഇനി നമ്മൾ എന്ത് ചെയ്യുക, കെയിനെ നമ്മൾ അകത്തോട്ട് എടുക്കാൻ പോകണം അല്ലേ. അത് എന്തിനാന്നല്ലേ നമുക്ക് പറയാം. നമ്മുടെ ഇക്വേഷൻ പ്രകാരം എന്തായിരുന്നു, ഓക്കെ, അതായത് ബൈ അഡയാബാറ്റിക് പ്രോസസ്സിൽ അല്ലേ, അഡയാബാറ്റിക് പ്രോസസ്സിന്റെ ഒരു മെയിൻ ഇക്വേഷൻ എന്തായിരുന്നു നമുക്ക് കിട്ടുന്നത്, എന്തായിരുന്നു, പി വി റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു കെ. ഇതെല്ലാം നമുക്ക് കിട്ടിയത് പി വി റേസ് ടു ഗാമ എന്ന് പറഞ്ഞാൽ അതൊരു കോൺസ്റ്റന്റ് കെ ആന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്തെഴുതാം പറ്റും അതിനകത്തുനിന്ന്, ഓക്കെ, പി വി റേസ് ടു ഗാമ ഇസ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു. അപ്പൊ കെയിനെ നമ്മൾ ഉള്ളിലോട്ട് എടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും, 1/1 - ഗാമ കെ v2 1 - ഗാമ മൈനസ് കെ v1 1 - ഗാമ എന്ന് കിട്ടി അല്ലേ. ഓക്കെ, ഇനി കെ v2നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, കെ v2. ഓക്കെ, കെ v2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്, പി വി റേസ് ടു ഗാമയാണ് അല്ലെ. പി വി റേസ് ടു ഗാമേനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് കെ എന്ന് വിളിച്ചത് അല്ലെ, പി വി റേസ് ടു ഗാമ. ഓക്കെ, ഇനി എന്താണ്, ഫസ്റ്റ് ടേം v2ന്റെ ടേംസിലാണ് അല്ലെ. അപ്പൊ p1 v1 p2 v2 നമുക്ക് എഴുതുന്നതിന് കുഴപ്പമില്ലല്ലോ. പി വി റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ് കെ, അത് ഫസ്റ്റ് സിസ്റ്റത്തിലും സെക്കൻഡ് സിസ്റ്റത്തിലും എഴുതാം. ഫസ്റ്റ് സിസ്റ്റത്തിലാവുമ്പോൾ എന്താവും, p1 v1 റേസ് ടു ഗാമ. സെക്കൻഡ് സിസ്റ്റത്തിലേക്ക് എന്താവും, ചേഞ്ച് വന്നു കഴിയുമ്പോൾ p2 v2 ആവും അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്, p1 v1 റേസ് ടു ഗാമ ഈക്വൽ ടു കെ. അതുപോലെ എന്താണ്, p2 v2 ഗാമ ഇസ് ഈക്വൽ ടു കെ. ഓക്കെ അല്ലേ മക്കളെ. അപ്പൊ എന്ത് ചെയ്യുക, കെക്ക് പകരം രണ്ടെണ്ണത്തിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എങ്ങനെ വരും, ഈക്വൽ ടു 1/1 - ഗാമ. കെക്ക് പകരം എന്താ നമ്മൾ എഴുതുന്നത്, p1 v1 എന്താണ് റേസ് ടു ഗാമ ആദ്യം v2 ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്താ എഴുതുക, ആദ്യം v2 ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താ എഴുതുന്നത്, നമുക്ക് v2ന്റെ ടേംസിൽ എഴുതണം അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, w ഇസ് ഈക്വൽ ടു 1/1 - ഗാമ p2 v2 റേസ് ടു ഗാമ v2 റേസ് ടു 1 - ഗാമ. അതുപോലെ ഇനി രണ്ടാമത്തെ സിസ്റ്റം നോക്കിക്കേ, കെക്ക് പകരം നമ്മൾ എന്താ കൊടുക്കേണ്ടത്, v1 ആണ് ഓൾറെഡി ഉള്ള ടേം. അപ്പം ഫസ്റ്റ് ഉണ്ടായിരുന്ന ടേം അല്ലെ. അപ്പൊ അത് ഇവിടെ എന്തിനെ എക്സ്പ്രസ് ചെയ്യാം, 1 എന്നുള്ള. ഓക്കെ, ഫസ്റ്റ് p1 v1 എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. p1 v1 റേസ് ടു ഗാമ v1 റേസ് ടു 1 - ഗാമ. ഓക്കെ, അപ്പൊ ഇനി എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം കാര്യം മനസ്സിലാവും. ഓക്കെ, എന്തിനായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക, p1 v1 റേസ് ടു ഗാമ 1 - ഗാമ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഇനി നോക്കിയേ മക്കളെ, ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കുറച്ച് കോമൺ ടേംസ് ഉണ്ട്. അപ്പൊ അതെന്താ, അത് നമുക്ക് അങ്ങ് നോക്കാം. നെക്സ്റ്റ് പേജിൽ നമുക്ക് എഴുതാം, എന്തായിരുന്നു, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 1/1 - ഗാമ. എന്തായിരുന്നു, p1 p2 അല്ലെ, p2 v2 റേസ് ടു ഗാമ v2 റേസ് ടു 1 - ഗാമ. പിന്നെന്തായിരുന്നു, മൈനസ് p1 v1 റേസ് ടു ഗാമ v1 റേസ് ടു 1 - ഗാമ. ഇങ്ങനെയായിരുന്നു നമുക്ക് കിട്ടിയത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ടേമിൽ v2 റേസ് ടു ഗാമയുണ്ട്, v2 റേസ് ടു മൈനസ് ഗാമയുണ്ട്. അപ്പൊ അത് രണ്ടും കട്ട് ചെയ്തു. ഓക്കെ, കട്ട് ചെയ്യാൻ വേറൊരു ഇത് ഉപയോഗിക്കാം.
ഓക്കെ, ഇത് രണ്ടും കട്ടായി പോയി. ഇനി ഇവിടെയോ P1 V1 raised to gamma V1 raised to 1 minus gamma അല്ലെ. അപ്പൊ എന്താണ് V1 raised to gamma V1 raised to minus gamma, അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പൊ ബാക്കി നിങ്ങൾക്ക് എന്ത് കിട്ടും? 1/1 minus gamma. ബാക്കി ഇവിടെ എന്തുണ്ടാവും? P2 V2 minus P1 V1. ഓക്കെ, ഇങ്ങനെ കിട്ടി. ഓക്കെ, വർക്ക് ഡൺ ഇൻ അഡിയാബാറ്റിക് പ്രോസസ് ഈസ് ഈക്വൽ ടു 1/1 minus gamma into P2 V2 minus P1 V1. So മക്കളെ നോക്കിയേ, W is equal to work done is equal to 1/1 minus gamma ബ്രാക്കറ്റിൽ P2 V2 minus P1 V1. ഇനി നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾക്ക് അറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അല്ലേ? എന്തായിരുന്നു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? PV is equal to nRT അല്ലേ? PV is equal to nRT. അപ്പൊ മക്കളെ നോക്കിക്കേ, നമ്മൾ ഇത് രണ്ടാമത്തെ സിസ്റ്റം അല്ലേ? P1 V1 നിന്ന് P2 V2ലേക്ക് പോയ സിസ്റ്റം ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ? അപ്പം എന്താണ് P2 V2നെ നിങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാം? ഇപ്പൊ P2 V2 ആണ്, എങ്ങനെ വരും? PVക്ക് പകരം നിങ്ങൾ P2 V2 എന്ന് എഴുതി എന്താണ്? സിസ്റ്റം 2ലുള്ള Pയും Vയും ആണ് അല്ലെ? അപ്പൊ എന്താണ് NRനും പ്രത്യേകിച്ച് സിസ്റ്റം 2ലാന്ന് അറിയിക്കാൻ വേണ്ടി താഴെ 2 എന്ന് കൊടുക്കണോ? വേണ്ട അല്ലെ? കാരണം എന്താ? NRും കോൺസ്റ്റൻസ് ആണ് അല്ലെ? അപ്പൊ അത് അങ്ങനെ തന്നെ എഴുതാം NR. അതേസമയം ടെമ്പറേച്ചറോ, അഡിയാബാറ്റിക് സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു പ്രഷർ മാറും, വോളിയം മാറും, ടെമ്പറേച്ചർ മാറും അല്ലെ? 3 പേര് മാറും. എന്താ മാറാത്തുള്ള? ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ del Q is equal to 0 എന്നുള്ളത് മാത്രമാണ് അഡിയാബാറ്റിക് പ്രോസസ്സിലുള്ള ഒരു നിബന്ധന അല്ലെ? അപ്പൊ എന്താണ്? ടെമ്പറേച്ചർ മാറും. അപ്പൊ എന്താണ്? P2 V2 is equal to nRT2 എന്ന് വരും അല്ലെ? അങ്ങനെയാണ് P1 V1 എന്തായിരിക്കും? NR again എന്താണ്? കോൺസ്റ്റൻസ് ആണ്. അപ്പൊ ടെമ്പറേച്ചറിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പൊ P1 V1 is equal to nRT1. ഓക്കെ അല്ലേ? അപ്പൊ അതെന്താണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 1/1 minus gamma P2 V2 പകരം നമ്മൾ എന്ത് കൊടുക്കും? nRT2. അപ്പൊ നമ്മൾ P1 V1 എന്ത് കൊടുക്കും? വേഗം എഴുതിക്കേ, എന്താണ് P1 V1 നമ്മൾ കൊടുക്കുന്നത്? മക്കൾ നോക്കിക്കേ, P1 V1 is equal to nRT1. ഓക്കെ അല്ലേ? അപ്പൊ ഇനി ഈ ഒരു ബ്രാക്കറ്റിനുള്ളിലുള്ള ഏത് ടേംസ് ആണ് കോമൺ ഉള്ളത്? നോക്കിക്കേ, NR അല്ലെ? NRും കോമൺ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അവരെ പുറത്തെടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടും NR/1 minus gamma T2 minus T1. അപ്പൊ എന്താണ്? വർക്ക് ഡൺ നമുക്ക് ഇക്വേഷൻ കിട്ടി. എന്താ മക്കളെ? W is equal to NR/1 minus gamma T2 minus T1. ഓക്കെ, സോ ഇതാണ് എന്ത്? വർക്ക് ഡൺ ഇൻ എ അഡിയാബാറ്റിക് പ്രോസസ്. ഓക്കെ, വർക്ക് ഡൺ ഇൻ അഡിയാബാറ്റിക് പ്രോസസ് എന്താണ്? NR1 minus gamma T2 minus T1. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്? ഐസോതെർമൽ പ്രോസസ്സും അഡിയാബാറ്റിക് പ്രോസസ്സും, ഓരോന്നിലുള്ള ഇക്വേഷൻസ് എന്താണ്, ഓരോന്നിൽ എന്താണ് കോൺസ്റ്റൻസ് വരുന്നത്, ഫൈനൽ വർക്ക് ഡൺ എന്താണ് അല്ലെ? അപ്പൊ നമുക്കത് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. ഇപ്പം ഐസോതെർമൽ പ്രോസസ്സും ഉണ്ട്, മറ്റേതെന്തായിരുന്നു? അഡിയാബാറ്റിക് പ്രോസസ്സും ഉണ്ട് അല്ലെ? അഡിയാബാറ്റിക് എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസുകൾ എന്ന് പറഞ്ഞേ? ഐസോതെർമൽ ഏതായിരുന്നു നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുക? യെസ്, ടെമ്പറേച്ചർ ഇസ് കോൺസ്റ്റന്റ്. അപ്പോൾ അഡിയാബാറ്റിക്കിൽ എന്തായിരുന്നു കോൺസ്റ്റന്റ്? അഡിയാബാറ്റിക്കില് del Q is equal to 0, അതായത് ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നില്ല. ഇനി ഐസോതെർമലിന്റെ ഇക്വേഷൻ എന്താണ്? PV is equal to കോൺസ്റ്റന്റ്. കാരണം എന്താ? PV equal to nRT എന്നുള്ളതാണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അല്ലെ? അതിൽ NRും ഓൾറെഡി എന്താണ്? കോൺസ്റ്റൻസ് ആണ്. പിന്നെ ടിയും കൂടെ കോൺസ്റ്റന്റ് ആയ PV എന്താവും? റൈറ്റ് ഹാൻഡ് സൈഡ് മൊത്തത്തിൽ എന്താകും? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മൊത്തത്തിൽ കോൺസ്റ്റന്റ് ആവും. സോ PV ഈസ് കോൺസ്റ്റന്റ് എന്നുള്ളതാണ് നമ്മുടെ ഐസോതെർമൽ പ്രോസസ്സിന് നമുക്ക് കിട്ടുന്നത്. അപ്പൊ വർക്ക് ഡൺ എന്താണ്? വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ് എന്തായിരുന്നു? നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തു അല്ലെ? എന്തായിരുന്നു? 2.303 ലോഗ് എന്തായിരുന്നു? 2.303 nRT ഉണ്ട് കേട്ടോ. nRT log V2/V1. ഓക്കെ, ഇതായിരുന്നു മക്കളെ നമ്മുടെ വർക്ക് ഡൺ ഇൻ എ ഐസോതെർമൽ പ്രോസസ്. അതേസമയം അഡിയാബാറ്റിക്കിലോ എന്തായിരുന്നു? PV raised to gamma is a constant. ഓക്കെ, അപ്പൊ ഓർത്താൽ മതി ഗാമ എന്ന് ഓർത്താൽ മതി.
ഗാമ വരുന്നത് എവിടെയാണ്? അഡയബാറ്റിക്കിലാണ് അല്ലേ? ഗാമ ലാമ എന്നൊക്കെ ഓർത്താൽ മതി. അപ്പം എന്താണ് ഈ ലാമമാരുടെയൊക്കെ കണ്ടിട്ടില്ലേ, നമ്മുടെ തല നല്ല മൊട്ടത്തല പോലെ ആയിരിക്കും അല്ലേ, അങ്ങനെ അടവരുത്തി പോലെയൊക്കെ ഇരിക്കുന്നത്. അപ്പം എന്താണ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക. ഇല്ലെങ്കിൽ ഏറ്റവും ഇതെന്താണ് ഗാമ എന്ന് ഓർത്താൽ മതി. ആമ അല്ലേ, ആമ എന്ന് പറയുമ്പോൾ എന്താണ് അടവരുത്തി പോലെയാണ് ആമയുടെ തോടിരിക്കുന്നത് അല്ലേ. അപ്പൊ PV raised to ഗാമ, ഗാമ ആമ അഡയബാറ്റിക് അട, അങ്ങനെ ഓർക്കുക കേട്ടോ. PV raised to ഗാമ ഇസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വർക്ക് ഡൺ എത്രയായിരുന്നു? NR/1 മൈനസ് ഗാമ T2 മൈനസ് T1 അല്ലേ. ഒന്നുകൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തേ. NR/1 മൈനസ് ഗാമ T2 മൈനസ് T1. ഓക്കെ, അപ്പൊ എന്താവും? അപ്പൊ നമ്മുടെ ഫൈനൽ ഇതിങ്ങനെയാണ്. ഐസോതെർമൽ അഡയബാറ്റിക് പ്രോസസ്സ് കമ്പയർ ചെയ്ത് പഠിക്കുക. എന്തൊക്കെയാണ് കോൺസ്റ്റൻസ് വരുന്നത്, ഏതായിരിക്കും വർക്ക് ഡണ്ണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ ഇക്വേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ന്യൂമറിക്കൽസും ചോദിക്കുക, അതുപോലെ എന്താണ് തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. എക്സ്പെഷ്യലി ഈ രണ്ട് നമ്മൾ ഡിറൈവ് ചെയ്ത് വർക്ക് ഡൺ ഇൻ അഡയബാറ്റിക് പ്രോസസ്, വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്, രണ്ടും പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ മേജർ ഒരു ഇക്വേഷൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡിറൈവ് ചെയ്തായിരുന്നു. എന്തായിരുന്നു അത്? CP - CV = R, നമ്മുടെ മേയേഴ്സ് റിലേഷൻ അല്ലേ. മേയേഴ്സ് റിലേഷൻ എന്തായിരുന്നു? CP - CV = R. ഇതിന്റെ ഡെറിവേഷനും വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ അതും നിങ്ങൾ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ.